ഹായ് ഹലോ, ഇന്നൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനായിട്ടുള്ള സ്പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാനില സ്പഞ്ച് ആണ് കേട്ടോ ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. സ്പഞ്ചിൽ ഓവർ ബേക്ക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റാം. അതിനുശേഷം കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചു. കേക്ക് നമുക്കൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ സോക്ക് ചെയ്ത് കൊടുക്കാം. കേക്ക് സോക്ക് ചെയ്യുന്ന ഷുഗർ സിറപ്പിലോട്ട് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വിപ്പിംഗ് ക്രീമിലോട്ട് മിൽക്ക് മെയ്ഡും ഒപ്പം കാരമൽ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ് കേട്ടോ, വേണ്ടെന്നുള്ളവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതലും വീഡിയോസിലൊക്കെ കാണാറില്ലേ, നമ്മളിപ്പോൾ എല്ലാ കേക്കിലും മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റി നിർത്തുന്നില്ല. ഫസ്റ്റ് ലെയറിൽ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാരമൽ സോസും കാഷ്യൂ നട്ട്സിൻ്റെ പ്ലെയിനും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂ നട്ടിൻ്റെ പ്ലെയിൻ ഒരിക്കലും മിക്സിയിലൊന്നും പൊടിച്ചെടുക്കരുത് കേട്ടോ. മിക്സിയിലൊക്കെ പൊടിച്ചെടുത്തിട്ട് ഫില്ലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ്, എക്സാക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു കവറിലോട്ട് മാറ്റിയിട്ട് എന്താ പറയുക, നമ്മുടെ ഈ ഇഞ്ചിയൊക്കെ അടുക്കളയിൽ ക്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ, നമ്മുടെ കുട്ടി എന്നാണ് പറയാം. ആ കുട്ടിക്കല്ല് വെച്ചിട്ട് ആണ് ഇതുപോലെ പൊടിച്ചെടുക്കാറുള്ളത്. അതാകുമ്പം അത്യാവശ്യം കൂടുതൽ വലിപ്പമല്ല എന്നാൽ അത്രയും ഫൈൻ ആയിട്ടുള്ളതും അല്ലാത്ത രീതിയിലുള്ള പ്രളയം ക്രഷ് ചെയ്തത് നമുക്ക് കിട്ടും. കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ വൈറ്റ് ക്രീമിലാണ് കേട്ടോ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. കസ്റ്റമർ ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ടോപ്പ് പോർഷൻ റെഡ് കളറിൽ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനിവേഴ്സറി സ്പെഷ്യലായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ പിന്നെ വൈറ്റ് കേക്കിലോട്ട് ടോപ്പ് റെഡ് കളറിലും പിന്നെ അതോടൊപ്പം ഹാർട്ട് ഷേപ്പും കൂടി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐസിങ് വീഡിയോ ഒന്നും അങ്ങനെ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല കേട്ടോ, കുറേ വീഡിയോസിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നുള്ളത് വീഡിയോയിൽ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ടോപ്പ് ഭാഗത്തെ റെഡ് കളറ് വിപ്പിംഗ് ക്രീമിൻ്റെ റെഡ് കളർ ചേർത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗനാശ വെച്ചിട്ടും ചെയ്യാം, പിന്നെ ഡ്രിപ്സ് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ടോപ്പ് ഭാഗം കവർ ചെയ്തെടുത്തത്. ചിലപ്പോൾ നമ്മൾ ഗനാശ വെച്ചിട്ട് ടോപ്പ് മാത്രം കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നാലും ചിലപ്പോൾ ഡ്രിപ്സ് ആയിട്ടൊക്കെ സൈഡിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടാണ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെറിയൊരു റൊട്ടേഷൻ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ കൂടി ടോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ സൈഡൊക്കെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ മോൾഡ് വെച്ചിട്ടാണ് കേട്ടോ ഹാർട്ട് ഷേപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഫോണ്ടൻറ്റിലായിരുന്നു കേക്കിൻ്റെ മാറ്റ് എഴുതിയിട്ട് കേക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കേക്ക് ഡെക്കറേഷൻ വീഡിയോ.
ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.